ഇതാണ് സാധനം. അതായത് നമുക്ക് വയറ് മുറിക്കാതെ നമുക്ക് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ അഴിച്ചെടുത്തിട്ട് വയറ് കൊടുക്കും. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് കാലമായി വീഡിയോകളൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ഹോം തിയേറ്റർ മേടിച്ചു, ഒരു 5.1 ഹോം തിയേറ്റർ. ഹോം തിയേറ്ററിൻ്റെ പേര് സെബ്ട്വിസ്റ്റിൻ്റെ Zeb-Twist 5.1 എന്ന് പറയുന്ന ഹോം തിയേറ്ററാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു അതിൻ്റെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പിൻ കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അൺബോക്സിങ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സിങ്ങിലേക്ക് നടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കറ്റ്. ഈ പാക്കറ്റ് ചെറിയൊരു പാക്കറ്റാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഈ ഹോം തിയേറ്ററിൻ്റെ സാറ്റലൈറ്റ് സ്പീക്കറിൻ്റെ വയറ് കട്ട് ചെയ്യാതെ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന, സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പിന്നാണ്. ഇതൊരു ഇങ്ങനെ മെയിൽ ആൻഡ് ഫീമെയിൽ പോലെ നമ്മുടെ RCA സോക്കറ്റ് ടു ഫീമെയിൽ പിന്ന്. അപ്പോൾ ഇതിന് തൊട്ട് പുറകെ തന്നെ നമ്മൾ ഹോം തിയേറ്റർ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരിക്കും. ആദ്യം ഞാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. അൺബോക്സ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു ബ്ലേഡ് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇതാണ് സാധനം. അതായത് നമുക്ക് വയറ് മുറിക്കാതെ നമുക്ക് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ അഴിച്ചെടുത്തിട്ട് വയറ് കൊടുക്കും, സ്പീക്കർ വയറ്. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗം ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ സോൾഡർ ചെയ്ത് ഈ ഭാഗത്ത് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട് പോകുന്നത് ഇന്ന് പോകുന്നത് കൊടുക്കാൻ പറ്റും. അതാകുമ്പോൾ നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ സ്പീക്കറിൻ്റെ സാറ്റലൈറ്റിൻ്റെ വയർ കട്ട് ചെയ്യേണ്ട, ഡയറക്റ്റായിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് നിർത്താൻ പറ്റും. ഞാൻ പറഞ്ഞ ബോക്സ് അപ്പോൾ നമുക്കിന്ന് അൺബോക്സ് ചെയ്യാം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ബോക്സാണ്. ഇത് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ അകത്ത് വേറൊരു ബോക്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഹോം തിയേറ്റർ മേടിക്കുന്നത്. ഇതിനു മുമ്പ് വരെ ഞാൻ ഹോം തിയേറ്റർ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഹോം തിയേറ്റർ ബാക്കിയുള്ള ഇങ്ങനെ മേടിച്ചിട്ട് കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഒരു ഹോം തിയേറ്റർ മേടിക്കുന്നത്. ഇതിനു മുമ്പൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആംപ്ലിഫയറായിരുന്നു. ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു ആംപ്ലിഫയറിൻ്റെ അൺബോക്സിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി ഈ ഐ ബട്ടണിൽ കൊടുത്തതാണ്. അപ്പോൾ നിങ്ങളൊന്ന് അത് ഒന്ന് കാണുക. ഇത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ഇത് ബ്ലൂടൂത്ത് വേർഷൻ 5.1 സപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ FM റേഡിയോ ഉണ്ട്, ഓക്സ് ഇൻപുട്ട് കൊടുക്കാം, USB പോർട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 13.33 സെൻറ്റിമീറ്ററിൻ്റെ ഇഞ്ചിൻ്റെ സബ്വൂഫറാണ് വരുന്നത്. പിന്നെ പവർഫുൾ ബാസ് എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് കേട്ടറിയാം. പിന്നെ സ്റ്റൈലിഷ് ഡിസൈനാണ്. ഡിസൈൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് Zeb-Twistൻ്റെ Zeb-Twist 5.1 എന്ന് പറയുന്ന ഹോം തിയേറ്റർ. അതുപോലെ തന്നെ ഇത് ഈ ഒരു Zeb-Twist ബ്രാൻഡ് അംബാസിഡറായിട്ട് ഋത്തിക് റോഷനാണ്. ഋത്തിക് റോഷൻ്റെ സിഗ്നേച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. Zeb-Twist ഫോർ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ പ്രത്യേകിച്ചൊന്നും ഈ ബോക്സിൻ്റെ സൈഡിൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബോക്സും കൂടി നമുക്ക് തുറക്കാം.
ബോക്സ് ഇതുപോലെ തുറന്നു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു യൂസർ ഗൈഡ്, ചെറിയ യൂസർ ഗൈഡാണ് ഈ പ്രാവശ്യത്ത് വന്നേക്കുന്നതെന്ന് തോന്നുന്നു. യൂസർ ഗൈഡ് വിത്ത് റിമോട്ട് ഓക്സ് കേബിൾ, FM ആൻറ്റനി ഉണ്ടെന്ന് തോന്നുന്നു. FM ആൻറ്റനി ഉണ്ട്. ഓക്കെ, ആ ഒരു പാക്കറ്റാണ്. പിന്നെ വരുന്നത് 5 സാറ്റലൈറ്റ് സ്പീക്കർ നമുക്കെടുത്ത് വെളിയിലേക്ക് വയ്ക്കാം. പിന്നെ നമ്മുടെ സബ്വൂഫർ, ബാക്കി മെയിൻ സാധനം സബ്വൂഫർ ആയതുകൊണ്ട് നമുക്ക് സബ്വൂഫർ എടുത്ത് വെളിയിലേക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഈ പാക്കറ്റെല്ലാം ഒന്ന് പൊട്ടിച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബാസും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഹോം തിയേറ്റർ. ഞാനത് അൺബോക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഈ സൈഡിലത്തെ ഭാഗങ്ങളും സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഒരു വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യോമീറ്റർ വിത്ത് നോബ് വലുത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ ബാസും ട്രബിളും കൺട്രോൾ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യോമീറ്റർ വിത്ത് നോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് കൺട്രോൾ പാനൽ വരുന്നത്. ഇത് ആദ്യത്തെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് പൗസ്. പിന്നെ വരുന്നത് മോഡ് മാറ്റുന്നത്, ബ്ലൂടൂത്ത് FM അങ്ങനെ മാറ്റാൻ പറ്റും. പിന്നെ പ്രീവിയസ് സോങ്, പിന്നെ നെക്സ്റ്റ് സോങ്ങും അതിനുള്ള 2 അടുപ്പിച്ചുള്ള സ്വിച്ചാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നതാണ് ഡിസ്പ്ലേ, ഒരു ഗ്ലാസ്സാണ്. ഇവിടെ സെബ്രോൺസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ കാണുന്ന പോലെയൊക്കെ തന്നെ ബാക്കി സാറ്റലൈറ്റ് സ്പീക്കർ, മൊത്തം RMS പവർ 90 വാട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. കൊള്ളാം. ഇത് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ സാറ്റലൈറ്റ് സ്പീക്കറിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബാക്ക് മെറ്റീരിയൽ പ്ലാസ്റ്റിക്കാണ്, മരമല്ല. ഇനി നമുക്ക് നമ്മുടെ ഹോം തിയേറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് ഇതിൻ്റെ പാട്ട് സംഭവങ്ങളൊക്കെ ഒന്ന് ഉള്ളതെന്ന് നോക്കാം, വെച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു സബ്വൂഫറിൻ്റെ അത്യാവശ്യം ബാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തോരം ഉണ്ടെന്ന് മനസ്സിലാക്കി കാണുമായിരിക്കും. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിലൊരു അണ്ടർ 3500 അല്ലെങ്കിൽ ഒരു 3000 റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി കിഡിലെ സബ്വൂഫറാണ്, ഹോം തിയേറ്ററാണത്. 5.1 സെബ്രോൺസ്. പിന്നെ നിങ്ങളിത് ഈ ഫോണിൽ കൂടെ കാണുമ്പോൾ ഒരു ഇതിൻ്റെ യഥാർത്ഥ ഫീലിങ്സ് അനുഭവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നിങ്ങളിത് മേടിച്ച് കഴിയുമ്പം നിങ്ങൾ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുകയും മേടിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മികച്ചൊരു ഓപ്ഷനായിരിക്കും. എന്തായാലും എനിക്ക് സംഭവം ബാസ് അടിപൊളിയായി ഇഷ്ടപ്പെട്ടു. ഇതൊരു സിനിമ കേട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി സറൗണ്ട് സെറ്റപ്പായിരിക്കും. ഡോൾബി അറ്റ്മോസ് ആവറേജ്, ഒത്തിരി വലിയ ഹൈ സെറ്റപ്പ് സംഭവം ഒന്നും ഞാൻ പറയുന്നില്ല. എന്തൊക്കെയാണെങ്കിലും സംഭവം അടിപൊളിയാണ്.